84,560 കോടി രൂപയുടെ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ പ്രാഥമിക അനുമതി നൽകി പ്രതിരോധ മന്ത്രാലയം. 30 സ്പെഷ്യൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ടോർപിഡോറുകൾ, റഡാറുകൾ, ദീർഘദൂര മിസൈലുകൾ എന്നിവയ്ക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ യോഗത്തിലായിരുന്നു തീരുമാനം. ആത്മനിർഭർ ഭാരത് മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയിൽ നിന്ന് തന്നെ പരമാവധി ഉപകരണങ്ങൾ വാങ്ങാനായിരിക്കും ശ്രമിക്കുക. നിരീക്ഷണം, സമുദ്ര നിരീക്ഷണം, ഇന്ധനം നിറയ്ക്കൽ എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി 30 വിമാനങ്ങളാണ് സൈന്യത്തിനായി വാങ്ങുന്നത്. ഇതിൽ സൈനിക ചരക്ക് നീക്കത്തിനുള്ള C-295 വിമാനങ്ങളാണ് 15 എണ്ണം. ടാറ്റ, എയർബസ് സംയുക്ത സംരംഭമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ആദ്യ 2 എണ്ണം ഫ്രാൻസിലും ബാക്കിയുള്ളവ ഭാരതത്തിലുമാകും നിർമ്മിക്കുക. വ്യോമസേനയ്ക്കായി നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങാനും റഡാർ സംവിധാനങ്ങൾ വാങ്ങാനും അനുമതി നൽകിയിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി DRDO വികസിപ്പിച്ചെടുത്ത നേത്ര മാർക്ക് 1 ഇതിന്റെ പ്രാഥമിക പരിഗണന. കരസേനയ്ക്കായി 10,000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള നിർഭർ മിസൈലുകളും സ്വന്തമാക്കും. 45,000 ആന്റി ടാങ്കർ കുഴിബോംബുകളും നാവികസേനയ്ക്കായി 48 ടർപിഡോറുകളും വാങ്ങും. കര, വ്യോമ, നാവികസേനകളെയും കോസ്റ്റ് ഗാർഡിനെയും ആധുനികവൽക്കരിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് 84,560 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ പ്രാഥമിക അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതലും ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മാതാക്കളിൽ നിന്നാകും ഈ പ്രതിരോധ ഉപകരണങ്ങളും സ്വന്തമാക്കുക. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.